പടികൾ കയറുമ്പോൾ അല്ലെങ്കിൽ ചെറിയ ജോലികളൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് വേഗത്തിൽ നടക്കുന്ന സമയത്ത് ശ്വാസം കിട്ടുന്നില്ല അല്ലെങ്കിൽ ഹൃദയമിടിപ്പ് കൂടി പോകുന്നു. അതായത് ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും വേണ്ട വിധത്തിൽ ഓക്സിജൻ എത്തുന്നില്ല. ഹായ് നമസ്കാരം, ഞാൻ ഡോക്ടർ ബിഷറുൽ ഹാഫി, ചീഫ് ഫിസിഷ്യൻ, സാറ ഹെൽത്ത്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ സാധാരണയായിട്ടുള്ളതും എന്നാൽ പലരും അവഗണിക്കുന്ന ഒരു ആരോഗ്യ പ്രശ്നത്തെക്കുറിച്ചാണ്. ശരീരത്തിൽ ഇരുമ്പിൻ്റെ അംശം കുറവ് അല്ലെങ്കിൽ അയൺ ഡെഫിഷ്യൻസി. പലർക്കും എപ്പോഴും ക്ഷീണമായിരിക്കും. രാവിലെ എഴുന്നേറ്റാൽ പോലും ഉന്മേഷം ഉണ്ടാവില്ല. അതുപോലെ ചെറിയ ജോലികൾ ചെയ്താൽ പോലും തളർന്നു പോവുക. ഒന്ന് പടികൾ കയറുമ്പോഴേക്കും ശ്വാസം മുട്ടുക. ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ കാണുമ്പോൾ നമ്മളത് ഉറക്കക്കുറവിൻ്റെയോ അല്ലെങ്കിൽ ജോലി തിരക്കിൻ്റെ ഒക്കെ പ്രശ്നമാണെന്ന് കരുതിയിട്ട് മുന്നോട്ട് പോകുന്നുണ്ടാവും. പക്ഷേ ഇതൊക്കെ ഒരുപക്ഷെ നമ്മുടെ ശരീരത്തിൽ അയൺ കണ്ടൻറ്റ് കുറഞ്ഞതിൻ്റെ കാരണങ്ങൾ കൊണ്ടാവും. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അയൺ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു മിനറലാണ്. ഇത് നമ്മുടെ ശരീരത്തിൽ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന നമ്മുടെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് രക്തത്തിലൂടെ ഓക്സിജനെ എത്തിക്കുന്ന ഒരു പ്രധാന കണ്ടൻ്റാണ് ഹീമോഗ്ലോബിൻ. ഈ ഹീമോഗ്ലോബിൻ നിർമ്മിക്കാൻ വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് അയൺ. ഹീമോഗ്ലോബിനിൽ ഹീം എന്ന് പാട്ട് ശരിക്കും പറഞ്ഞാൽ അയണാണ്. അപ്പോൾ ഈ ഇരുമ്പിൻ്റെ അംശം കുറയുന്ന സമയത്ത് ഹീമോഗ്ലോബിൻ്റെ അളവ് ശരീരത്തിൽ കുറയുകയും സ്വാഭാവികമായും നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും ഓക്സിജൻ എത്താതെ വരികയും നമ്മൾ നേരത്തെ പറയാൻ പോകുന്ന ലക്ഷണങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യും. അതിൽ ആദ്യ ലക്ഷണവും ക്ഷീണവും തളർച്ചയാണ്. ആവശ്യത്തിന് എത്ര ഉറങ്ങിയാലും രാവിലെ എണീക്കുന്ന സമയത്ത് നല്ല തളർച്ചയുണ്ടാകും. അതുപോലെ നേരത്തെ വളരെ അനായാസം ചെയ്തിരുന്ന ജോലികളൊക്കെ ഇപ്പം കുറച്ച് നേരം ചെയ്യുമ്പോഴേക്കും നല്ല ക്ഷീണം ഉണ്ടാവുക. രണ്ടാമത്തെ ലക്ഷണം മുഖം വിളറുന്നതാണ്. മുഖം മാത്രമല്ല, നമ്മുടെ ചുണ്ടിൻ്റെ കളറൊക്കെ നന്നായിട്ട് മങ്ങിയ രീതിയിലാണ്. അതുപോലെ തന്നെ കണ്ണിൻ്റെ താഴ്ഭാഗമൊക്കെ നല്ല രീതിയിൽ കളറ് കുറഞ്ഞ് വിളർച്ച നമുക്ക് കാണാൻ പറ്റും. മൂന്നാമത്തെ ലക്ഷണം ചെറിയ ജോലികൾ ചെയ്താൽ പോലും ശ്വാസം മുട്ടലും നെഞ്ചിടിപ്പ് ഉണ്ടാവാം. നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചെറിയ പടികൾ നമ്മൾ കയറുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മൾ കുറച്ച് വേഗത്തിൽ നടന്നാലോ ഒക്കെ നെഞ്ചിടിപ്പ് നന്നായിട്ട് കൂടുക അല്ലെങ്കിൽ ശ്വാസം കിട്ടാത്ത രീതിയിലൊക്കെ ആവാം. അപ്പോൾ ഇതും ശരീരത്തിൽ ഓക്സിജൻ്റെ അളവ് അല്ലെങ്കിൽ ശരീരത്തിലെ എല്ലാ ഭാഗത്തേക്കും ഓക്സിജൻ എത്താത്തത് കൊണ്ടാണ്. നാലാമത്തെ ലക്ഷണം തലകറക്കവും തലവേദന ഉണ്ടാവാം. ചിലർക്ക് എഴുന്നേൽക്കുന്ന സമയത്ത് തലകറക്കം ഉണ്ടാവും, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് തലവേദന ഉണ്ടാവും, അല്ലെങ്കിൽ ശ്രദ്ധക്കുറവ് ഉണ്ടാവും. ഇനി മറ്റൊരു ലക്ഷണം എന്ന് പറയുന്നത് നഖങ്ങൾ പെട്ടെന്ന് പൊട്ടിപ്പോവുക, അല്ലെങ്കിൽ നഖങ്ങൾ വളരെ കട്ടി കുറഞ്ഞു പോവുക, നഖങ്ങൾ ഇതുപോലെ സ്പൂണിൻ്റെ ആകൃതിയിലേക്ക് വളഞ്ഞു പോകാം. ഇതുപോലെ തന്നെ മുടിയും വളരെ നേർത്ത് പോവുക അല്ലെങ്കിൽ പതിവിലധികം കൊഴിഞ്ഞു പോവുക. ഇങ്ങനത്തെ കാരണം ഉണ്ടെങ്കിൽ അതും അയൺ ഡെഫിഷ്യൻസിയാണ്. ഇനി മറ്റൊരു കൗതുകകരമായ ലക്ഷണമാണ് ചിലർക്ക് ഭക്ഷണമല്ലാത്ത ഐസ്, പേപ്പർ, ചോക്ക് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കഴിക്കാൻ തോന്നും, അല്ലെങ്കിൽ അതിനോട് പ്രിയം തോന്നും. ഇത് നമ്മൾ പൈക്ക എന്നാണ് ഈ അവസ്ഥയെ പറയുന്നത്. കുട്ടികളിലൊക്കെയാണ് ഇത് കൂടുതലായിട്ട് കാണുന്നത്. എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. ഇതും അയൺ ഡെഫിഷ്യൻസിയുടെ ലക്ഷണമാണ്. അമിതമായിട്ട് ആർത്തരക്തസ്രാവമുള്ള സ്ത്രീകളാണെങ്കിൽ, ഗർഭിണികൾ, അതുപോലെ തന്നെ മുലയൂട്ടുന്ന അമ്മമാർ, അതുപോലെ ദഹനസംബന്ധമായ അല്ലെങ്കിൽ കുടലിൽ ബ്ലീഡിംഗ് ഉണ്ടാകുന്ന അസുഖങ്ങളൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ, അതുപോലെ തന്നെ പ്രത്യേകിച്ച് സസ്യാഹാരം മാത്രം കഴിക്കുന്ന വെജിറ്റേറിയൻസ്, ഇവരിലൊക്കെയാണ് സാധാരണയായിട്ട് അയൺ ഡെഫിഷ്യൻസി പെട്ടെന്ന് ഉണ്ടാകുന്നത്. അപ്പോൾ ഇവർ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ അയൺ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ ഉടനെ പോയിട്ട് മെഡിക്കൽ ഷോപ്പ് പോയിട്ട് അയൺ സപ്ലിമെൻറ്റ്സ് എടുത്ത് കഴിക്കല്ലേ വേണ്ടത്. തീർച്ചയായിട്ടും ഡോക്ടറെ കാണിച്ച് വേണ്ട ടെസ്റ്റുകൾ ആദ്യം നടത്തേണ്ടതുണ്ട്. ടെസ്റ്റുകളിലാണെങ്കിൽ കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട്, സീറം അയൺ, അതുപോലെ തന്നെ ഫെറിറ്റിൻ, ടോട്ടൽ അയൺ ബൈൻഡിങ് കപ്പാസിറ്റി, ഇതൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് അതിന് ശേഷമാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ അയൺ സപ്ലിമെൻറ്റ്സ് എടുക്കേണ്ടത്. ഇനി ഈ അയൺ ഡെഫിഷ്യൻസി ഉണ്ടാകാനുള്ള കാരണങ്ങൾ നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അത് നമ്മൾ ഒഴിവാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ഈ സപ്ലിമെൻറ്റ്സ് എടുത്തിട്ട് കാര്യമുള്ളൂ. അല്ലെങ്കിൽ വീണ്ടും ഈ ഡെഫിഷ്യൻസി വീണ്ടും വരാൻ ചാൻസ് ഉണ്ട്. കാരണങ്ങൾ നമ്മൾ പറയുമ്പോൾ ബ്ലീഡിങ് കൂടിയിട്ടുള്ള സ്ത്രീകളുടെ അവരുടെ ബ്ലീഡിങ്ങിൻ്റെ കാരണം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കും, അല്ലെങ്കിൽ അത് കുറയ്ക്കാനുള്ള കാര്യങ്ങൾ അവർ ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി വെജിറ്റേറിയൻസിലാണെങ്കിൽ പൊതുവെ അവരുടെ ഫുഡിൽ അയൺ കണ്ടൻറ്റ് വളരെ കുറവാണ്. അപ്പോൾ അയൺ കണ്ടൻറ്റ് കൂട്ടാൻ അത് വെജ് ഓപ്ഷനായിട്ടുള്ള പ്രോട്ടീൻസ് കൂടുതലുള്ള സ്പ്രൗട്ട്സുകൾ അല്ലെങ്കിൽ പയറുവർഗ്ഗങ്ങളൊക്കെ മാക്സിമം ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കാം. നോൺ വെജ് ആളുകൾ തന്നെ അവരിൽ ഈ അയൺ കണ്ടൻറ്റ് കുറവുണ്ടെങ്കിൽ പോൾട്രി, അതുപോലെ തന്നെ ഫിഷ്, അതുപോലെ തന്നെ ബീഫ് പോലുള്ള കാര്യങ്ങളൊക്കെ മാക്സിമം ഉൾപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി ഈ അയൺ സപ്ലിമെൻറ്റ്സ് എടുക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ അയൺ സപ്ലിമെൻറ്റ്സ് എടുത്ത് വിത്തിൻ 2 മണിക്കൂറിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് നമ്മൾ ചായ പോലത്തെ പാനീയങ്ങൾ കുടിക്കുന്നത് മാക്സിമം ഒഴിവാക്കുക. ഇത് അയൺ അബ്സോർപ്ഷന് നന്നായിട്ട് തടയാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ഈ അയൺ സപ്ലിമെൻറ്റ്സ് എടുക്കുമ്പോൾ അത് വൈറ്റമിൻ സി നന്നായിട്ട് കിട്ടുന്ന ജ്യൂസ്, അപ്പോൾ ഓറഞ്ച് ജ്യൂസ് പോലുള്ള കാര്യങ്ങളായിട്ട് അതിനൊന്നിച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി അതിൻ്റെ അബ്സോർപ്ഷൻ മെച്ചപ്പെടുത്താൻ നന്നായിട്ട് സഹായിക്കും. അതുപോലെ തൈറോയിഡ് മെഡിസിൻസ് എടുക്കുന്ന ആളുകളാണെങ്കിൽ ഈ ലെവോതൈറോക്സിൻ പോലുള്ള സപ്ലിമെൻറ്റ്സ് ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ തൈറോയിഡ് മെഡിസിൻസ് എടുക്കുന്നുണ്ടെങ്കിൽ ഒരു 4 മണിക്കൂറെങ്കിലും ഗ്യാപ്പ് ഈ പറഞ്ഞ അയൺ സപ്ലിമെൻറ്റ്സ് എടുക്കുന്നതായിട്ട് പുലർത്തേണ്ടത് അത്യാവശ്യമാണ്. ഇനി മറ്റ് സപ്ലിമെൻറ്റ്സ് എടുക്കുന്നുണ്ടെങ്കിൽ കാൽഷ്യം, മാഗ്നീഷ്യം അല്ലെങ്കിൽ ആൻറ്റാസിഡ്സ് ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അതുമായിട്ടും ചെറിയ ഗ്യാപ്പ് ഇടുന്നത് നല്ലതാണ്. അതും ഈ പറഞ്ഞ പോലെ അയണിൻ്റെ അബ്സോർപ്ഷനെ തടയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ അയൺ ഡെഫിഷ്യൻസി ഉള്ള ആളുകളാണെങ്കിൽ ശ്രദ്ധിക്കുക. ഇനി നിങ്ങളുടെ ബന്ധുക്കളിലോ മറ്റുള്ളവർക്കൊക്കെ ആണെങ്കിൽ അവർക്ക് കൂടി ഇത് ഷെയർ ചെയ്യാം. അപ്പോൾ ഇത്തരം ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.